നമസ്കാരം. കേരള എക്കോണമി എന്നുള്ള കോളത്തിൽ ചർച്ച ചെയ്ത വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളൊന്നാണ് നമ്മൾ ഇന്ന് ഇവിടെ ചർച്ച ചെയ്യുന്നത്. കേരള എക്കോണമി എന്നുള്ള ഇംഗ്ലീഷിലുള്ള കോളവും ആ കോളത്തിന് ഇംഗ്ലീഷിലും മലയാളത്തിലും വിശദീകരണ വീഡിയോയുടെ ലിങ്കുകളും ഈ വീഡിയോയുടെ കൂടെ ചേർത്തിട്ടുണ്ട്. ബ്ലൂ എക്കോണമി അല്ലെങ്കിൽ ഓഷ്യൻ എക്കോണമി എന്നുള്ള ആശയം നമ്മൾ പലവട്ടം ചർച്ച ചെയ്തിട്ടുണ്ട്. വിഴിഞ്ഞം തുറമുഖം അടക്കമുള്ളവ നൽകുന്ന സാധ്യതകൾ, ലോകമെമ്പാടും ഗ്രീൻ എക്കോണമിയെക്കുറിച്ചും ഫോസിൽ ഫ്യൂവലുകളെല്ലാം കുറയ്ക്കേണ്ടതിനെക്കുറിച്ചും, റോഡ് ഗതാഗതം സൃഷ്ടിക്കുന്ന സാമ്പത്തിക, സാമൂഹിക, അത്തരം പ്രശ്നങ്ങൾ, പ്രകൃതിക്ക് വലിയ വെല്ലുവിളി സൃഷ്ടിക്കുന്ന റോഡ് ഗതാഗതം, പ്രകൃതിക്കടക്കം വെല്ലുവിളി സൃഷ്ടിക്കുന്ന റോഡ് ഗതാഗതത്തെ എങ്ങനെ നമുക്ക് തിരക്ക് കുറഞ്ഞതാക്കാം, ഇംഗ്ലീഷിലോ ഡീകൺജഷൻ ചെയ്യാൻ ശ്രമിക്കുന്ന, കൺജസ്റ്റ് ചെയ്യുക എന്നുള്ള ഒരു കാര്യമൊക്കെ ലോകമെമ്പാടും ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ പലപ്പോഴും നമ്മൾ പല വീഡിയോകൾ നമ്മൾ ചർച്ച ചെയ്യുന്നു. കടൽ മാർഗം കണ്ടുപിടിച്ചിടത്തെല്ലാം വലിയ വിപ്ലവങ്ങൾ നടന്നിരുന്നു. സാമ്പത്തികവും സാംസ്കാരികമായ വലിയ മാറ്റങ്ങൾ നടന്നിരുന്നു എന്നുള്ളതിന് ഒരുപാട് തെളിവുകളുണ്ട്. അല്ലെങ്കിൽ ഇന്നും ഈ നിമിഷവും അതിൻ്റെ തെളിവുകൾ നമ്മുടെ മുന്നിൽ വന്നുകൊണ്ടേയിരിക്കുകയാണ്. കൊളംബോ തുറമുഖവും അതുവഴി അതുവഴി ഏഷ്യൻ ഭൂഖണ്ഡത്തിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കാൻ ശ്രമിക്കുന്ന ചൈനയും, ആ ചൈന വഴി നിലനിൽപ്പിൽ ശ്രമിക്കുന്ന താലിബാനും പാകിസ്ഥാനും എല്ലാം സൃഷ്ടിക്കുന്ന സുരക്ഷാ ഭീഷണിയും, അത് ആഗോളതലത്തിൽ അമേരിക്കയും അടക്കമുള്ള രാജ്യങ്ങൾക്ക് സൃഷ്ടിക്കുന്ന ഭീഷണിയും, അതുമായി ബന്ധപ്പെട്ട ആഗോളതലത്തിൽ രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്ന ചിന്തകളും സഖ്യങ്ങളും എല്ലാം കടൽ മാർഗം സൃഷ്ടിക്കുന്ന സാധ്യതകളെക്കുറിച്ചാണ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. സാമ്പത്തിക സാധ്യതയാണ്, സാമൂഹിക സാംസ്കാരിക സാധ്യതയാണ്. അതിനേക്കാളേറെ സാങ്കേതികവിദ്യ ഒരുപാട് വികസിച്ച കാലത്ത് അത് ഒരുപാട് വെല്ലുവിളികളുമാണ്. അതോടൊപ്പം തന്നെ അത് സൃഷ്ടിക്കുന്ന പ്രകൃതിയിൽ സൃഷ്ടിക്കുന്ന മാറ്റം, കടൽ വിഭവങ്ങളിൽ സൃഷ്ടിക്കുന്ന മാറ്റം, പുതിയ അന്താരാഷ്ട്ര ഉടമ്പടികൾ, കടലിൻ്റെ ഉപഭോഗവുമായി ബന്ധപ്പെട്ട അന്താരാഷ്ട്ര ഉടമ്പടികൾ, ഏറ്റവും സുരക്ഷിതമായ ആരോഗ്യകരമായ ഭക്ഷണം എന്നതിൽ നിന്ന് മാറി മനുഷ്യൻ കൊണ്ടുതള്ളുന്ന ഈ വേസ്റ്റ് അടക്കമുള്ളവ മനുഷ്യനിലേക്ക് മനുഷ്യൻ്റെ ആമാശയത്തിലേക്ക് തിരിച്ചെത്തിക്കുന്ന ഒരു പാലമായിട്ട് കടൽ വിഭവങ്ങൾ മാറുന്ന ഭീതി, കടലിൻ്റെ സ്വകാര്യതയെ, അതിൻ്റെ സ്വർഗീയതയെ, അതിൻ്റെ അനന്തമായ സ്രോതസ്സുകളെ ഇല്ലാതാക്കുന്നതിനുള്ള മനുഷ്യൻ്റെ കടന്നുകയറ്റം, ഇതെല്ലാം പല രീതിയിൽ ചർച്ചയാകുമ്പോൾ പോലും കേരളം പോലെ സാമൂഹിക സാംസ്കാരിക പുരോഗതി നേടിയ ഒരു സംസ്ഥാനം, സാമ്പത്തിക സ്വയം പര്യാപ്തത ഇപ്പോഴും വെളിപ്പാടകലില്ല ഒരുപാട് അകലിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനം കടലിൻ്റെ സാധ്യതയെക്കുറിച്ച് ഇപ്പോഴും മനസ്സിലാക്കുന്നില്ല, ചിന്തിക്കുന്നില്ല. അല്ലെങ്കിൽ ആ കടൽ വിഭവങ്ങൾ മനുഷ്യനെ നേരിട്ടെത്തിക്കുന്ന ഫിഷർ ഫോക്ക് എന്ന് നമുക്ക് പറയാവുന്ന മുക്കുവ തൊഴിലാളികൾ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കടൽ വിഭവങ്ങളുമായി ബന്ധപ്പെട്ട് ജീവിതം പുലർത്തുന്ന ഒരു കൂട്ടം ആളുകളെ അതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തിൽ നമ്മൾ പരിഗണിക്കുന്നില്ല എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. രാഷ്ട്രീയമായി സംഘടിപ്പിക്കപ്പെട്ടാൽ പോലും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ പിന്തുണയില്ലാതെ നിങ്ങൾക്ക് നിങ്ങളുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ കഴിയില്ല എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ് ഇന്ത്യയിലെ കർഷകർ. അതിന് കേരളവും അപവാദമല്ല. അപ്പോൾ രാഷ്ട്രീയമായി സംഘടിക്കുക എന്നുള്ള ഒരു വഴിയിലേക്ക്, ഒരു സാധ്യതയിലേക്ക് കേരളത്തിലെ മുക്കുവ സമൂഹം മാറുമ്പോൾ, അല്ലെങ്കിൽ കേരളത്തിലെ മുക്കുവ സമൂഹം മാറുന്നതിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യേണ്ടതിൻ്റെ സാങ്കത്യമാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. രാഷ്ട്രീയമായി സംഘടിക്കപ്പെട്ടത് കൊണ്ട് തന്നെ ഗുണമുണ്ട്. സംഘടിക്കപ്പെട്ടാൽ തന്നെ അതിലേക്ക് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, രാഷ്ട്രീയ നേതാക്കൾ നുറഞ്ഞു കയറില്ലേ? കേരളത്തിലെ തൊഴിലാളി യൂണിയനുകളെ പോലെ ഒരു വേലത്ത് പണിയെടുക്കുന്നവന് സംസാരിക്കാൻ കഴിയാത്ത രാഷ്ട്രീയ നേതാക്കളുടെ അടിയാളുകളായ കുരുട്ടുബുദ്ധിക്കാരായ നേതാക്കന്മാർ നിയന്ത്രിക്കുന്ന കേരളത്തിലെ തൊഴിലാളി സംഘടനകൾ രാഷ്ട്രീയമായി സംഘടിപ്പിക്കപ്പെട്ടതുകൊണ്ട് മാത്രം അവകാശങ്ങൾ നേടിയെടുക്കാൻ കഴിയില്ല എന്നുള്ളതിൻ്റെ തെളിവാണ്. എങ്കിൽ പോലും തൊഴിലാളി സംഘടനകൾ അവർക്ക്
രാഷ്ട്രീയമായെങ്കിലും അധികാരം ചെലുത്താൻ കഴിയുമെന്നുള്ളത് വലിയൊരു സത്യം തന്നെ. ആ സത്യം തിരിച്ചറിഞ്ഞുകൊണ്ടാണ് നമ്മൾ സംവരണത്തിലേക്ക് കടക്കേണ്ടത്. രാഷ്ട്രീയമായി നേരത്തെ പറഞ്ഞ രാഷ്ട്രീയമായി സംഘടിക്കുക എന്നുള്ളത് ജനാധിപത്യത്തിൽ ഏറ്റവും അവസാനം ഉപയോഗിക്കേണ്ട സാധ്യതയാണ്. കാരണം നിയമം ഉപയോഗിച്ച് നിങ്ങൾ തിരഞ്ഞെടുത്ത ഭരണകൂടങ്ങൾ ഉപയോഗിച്ച് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ കഴിയുമ്പോൾ രാഷ്ട്രീയമായി സംഘടിക്കപ്പെടേണ്ടി വരുന്നത് നിങ്ങളുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. എങ്കിൽ പോലും കേരളത്തിലെ മുക്കുവ സമൂഹം അവർ കേരളത്തിൻ്റെ സാമ്പത്തിക മേഖലയ്ക്ക് നൽകുന്ന സേവനത്തിന്, അവർ നമുക്ക് വച്ചു നീട്ടിരുന്ന ഭക്ഷണത്തിന് അനുസരിച്ചുള്ളൊരു ജീവിത നിലവാരമോ അവകാശങ്ങളുടെ നിറവേറ്റലോ അവർ അനുഭവിച്ചിട്ടില്ല എന്നുള്ളത് ഒരു സത്യമാണ്. ആ സത്യം അംഗീകരിച്ചുകൊണ്ട് അറ്റ കൈക്ക് തന്നെ നമ്മൾ ഈ വിഷയത്തിലേക്ക് എത്തേണ്ടത്. അവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തൊഴിലാളി സംഘടനകളെ രാഷ്ട്രീയ നേതാക്കളോ രാഷ്ട്രീയക്കാരോ വിഴുങ്ങുന്ന ഭയം നമ്മൾ മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെയാണ് സംവരണം എന്നുള്ള ആശയത്തിലേക്ക് നമ്മൾ എത്തേണ്ടത്. എന്താണ് സംവരണം? യഥാർത്ഥത്തിൽ സംവരണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവസരമാണ്. അതിലൂടെ ലക്ഷ്യമിടുന്നത് തുല്യതയാണ്. തുല്യമായ അവസരം കിട്ടാത്ത ആളുകൾക്ക് തുല്യമായ അവസരങ്ങൾ നൽകുക. അത് വിദ്യാഭ്യാസ മേഖലയിലായാലും തൊഴിൽ മേഖലയിലായാലും ഏത് മേഖലയിലായാലും സംവരണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കൂടുതൽ അവസരങ്ങളാണ്. ജാതി, മത, ഭാഷ, ലിംഗ ന്യൂനപക്ഷങ്ങൾക്കെല്ലാം നൽകുന്നത് ഈ അവസരമാണ്. അത് ഔദാര്യമല്ല എന്ന് നമുക്കറിയുമെങ്കിൽ പോലും അത് ഔദാര്യമാക്കിയും അതൊരു രാഷ്ട്രീയ ഉപകരണമാക്കി മാറ്റുന്നതിന് വേദനിപ്പിക്കുന്ന ഒരുപാട് തെളിവുകളുണ്ട്. എങ്കിൽ പോലും 2-3 സീറ്റുകളെങ്കിലും കുറഞ്ഞത് 140 അല്ലെങ്കിൽ 120 സീറ്റുകളിൽ 2-3 സീറ്റുകൾ അല്ലെങ്കിൽ കുറഞ്ഞത് 5 സീറ്റുകളെങ്കിലും ഇത്തരത്തിൽ മുക്കുവ സമുദായത്തിൽ പെട്ടവർക്ക് വേണ്ടി മാത്രം, അല്ലെങ്കിൽ മുക്കുവ തൊഴിലാളികൾക്ക് വേണ്ടി മാത്രം, അല്ലെങ്കിൽ ഇത്തരം വിഭവങ്ങൾ ഇത്തരം നേരിട്ട് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് വേണ്ടി, അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് വേണ്ടി മാറ്റുകയാണെങ്കിൽ ഒരു പരിധി വരെയെങ്കിലും അതിന് വലിയൊരു മാറ്റം വരും. പലപ്പോഴും മതപരിവർത്തനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലാണ് മുക്കുവ കുടുംബങ്ങൾ അല്ലെങ്കിൽ മുക്കുവ സമൂഹം വാർത്തയിലെത്താറുണ്ട്. ഈ മതപരിവർത്തനം ഏറ്റവും അധികം നടക്കുന്നത് മതപരിവർത്തനം കൊണ്ട് നമുക്ക് നമ്മുടെ മനസ്സിൽ തെളിയേണ്ട ആദ്യത്തെ ചിത്രം ജാതീയതയാണ്. കേരളത്തിലായാലും തമിഴ്നാട്ടിലായാലും ആന്ധ്രയിലായാലും ഉത്തരേന്ത്യയിലായാലും ഉയർന്ന ജാതിയിൽപ്പെട്ട ഏതെങ്കിലും ഒരാൾ മതം മാറിയാൽ നമുക്ക് കാണാൻ കഴിയില്ല. ഉണ്ടെങ്കിൽ തന്നെ തുലവും കുറവാണ്. അപ്പോൾ അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ട, അന്തസ്സുള്ള ജീവൻ നിഷേധിക്കപ്പെട്ട ഒരു കൂട്ടം ആളുകളാണ് മതം മാറിപ്പോകുന്നത്. അത്തരം മതം മാറ്റം ഏറ്റവും കൂടുതൽ നടക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ മുക്കുവ സമുദായത്തിൽ. അപ്പോൾ അത് തെളിയിക്കുന്നത് എല്ലാ അർത്ഥത്തിലും ഒരു സംവരണം ആവശ്യമുള്ളൊരു വിഭാഗമാണ് അവർ എന്നുള്ളതാണ്. എന്നാൽ അത് ജാതീയതയുടെയോ മതത്തിൻ്റെയോ പേരുള്ള സംവരണമാകരുത്. അതൊരു സാമ്പത്തിക സംവരണം തന്നെ ആകേണ്ടിയിരിക്കും. ആംഗ്ലോ ഇന്ത്യക്കാർ മുതൽ ഭാഷാ ന്യൂനപക്ഷങ്ങൾ വരെയുള്ളവ ഈ ഒരു സംവരണത്തിൻ്റെ ശക്തിയാണ് തെളിയിക്കുന്നത്. ആ ശക്തിയെ തെറ്റായി ഇത് ഉപയോഗിച്ചിട്ടുണ്ടാവും. എങ്കിൽ പോലും ജനാധിപത്യം നൽകുന്ന വലിയൊരു ശക്തിയാണ്, ജനാധിപത്യം നൽകുന്ന വലിയൊരു അവസരം. ആ അവസരം തിരിച്ചറിഞ്ഞുകൊണ്ട് ഭരണഘടനാ വിദഗ്ധരും മറ്റാളുകളും ഈ വിഷയത്തെ ആഴത്തിൽ ചർച്ച ചെയ്യേണ്ടിയിരുന്നു. വിഡ്ഢിത്തരമെന്നോ അപ്രായോഗികമെന്നോ ഒക്കെ ഒറ്റ നോട്ടത്തിൽ അല്ലെങ്കിൽ ഒറ്റ വിഷയങ്ങളിൽ തോന്നുമെങ്കിൽ പോലും ഇത്തരമൊരു സാധ്യതയിലൂടെ മാത്രമേ നമുക്ക് സമൂഹത്തിന് വലിയ സേവനങ്ങൾ ചെയ്യുന്ന ഒരു വിഭാഗത്തെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ കഴിയും. അവരുടെ വാക്കുകൾ കേൾക്കാൻ രാഷ്ട്രീയ സമൂഹം തയ്യാറാവണമെങ്കിൽ ഇത്തരം ഒരു ഇടപെടൽ ആവശ്യമാണ്. എങ്കിൽ മാത്രമാണ് രാഷ്ട്രീയമായ ഇടപെടൽ നടന്നാൽ മാത്രമാണ് മറ്റ് സാമ്പത്തികവും മറ്റ് കാര്യങ്ങളും ഇതുമായി ബന്ധപ്പെട്ട മറ്റ് സാങ്കേതികവും സാമ്പത്തികവും സാമൂഹികമായ കാര്യങ്ങൾ നടക്കുകയുള്ളൂ. തീർച്ചയായും ഇതൊരു അവസാനത്തെ കൈയാണ്. ഒരിക്കലും ഇത്തരം ഒരു നിലയിലേക്ക് കാര്യങ്ങൾ എത്തിക്കേണ്ടിയിരുന്നില്ല. എങ്കിൽ പോലും ആ അറ്റകൈ പ്രയോഗത്തിലേക്ക് പോകേണ്ട ഒരു സാഹചര്യം അതിക്രമിച്ചിട്ടുണ്ട്. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് ഈ സംവരണത്തെക്കുറിച്ച് ചിന്തിക്കാം, ഈ സംവരണത്തിന് വേണ്ടി പ്രയത്നിക്കാം. സാമ്പത്തിക, സാമൂഹിക, സാംസ്കാരിക പുരോഗതിയിൽ അവസരങ്ങൾക്ക് ഏറ്റവും വലിയ പങ്കാണുള്ളത്. ആ അവസരം നമുക്ക് നൽകാം. കേൾവിക്കാരുള്ള, അവകാശങ്ങൾ നേടിയെടുക്കാൻ കഴിയുന്ന, അവകാശങ്ങൾക്ക് വേണ്ടി തെരുവിലിറങ്ങി പോരാടേണ്ടി വരാത്ത ഒരു കൂട്ടം ആളുകൾ.
തങ്ങളുടെ ചുറ്റുവട്ട് നടക്കുന്ന കാര്യങ്ങൾ തങ്ങളോടുകൂടി ചോദിച്ചതിന് ശേഷമേ തീരുമാനമെടുക്കാൻ കഴിയുമെന്ന് പറയാൻ ശക്തിയുള്ള ഒരു കൂട്ടം ആളുകൾ. അത്തരം ആളുകളെയാണ് നമ്മൾ വളർത്തിയെടുക്കേണ്ടത്. സമൂഹത്തിന് വലിയ സംഭാവന ചെയ്യുന്ന ഒരു കൂട്ടം ആളുകളെ നമുക്ക് മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്നേ ചെയ്യും. താങ്ക് യു.